മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസിനെ പറ്റിയാണ് കേട്ടോ. ഫസ്റ്റ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ അതായത് ഒരു 12th വീക്ക് ആ ഒരു മിഡൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ. നാട്ടിലേക്ക് പോകാൻ വേണ്ടി ആക്ച്വലി നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച ഒന്നായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ട്രാവൽ ചെയ്യും, കാരണം അത്രയും വൊമിറ്റിങ്ങും നോസിയൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ ട്രാവൽ ചെയ്യും. ഇൻ കേസ് ഞാൻ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും, ഫ്ലൈറ്റിലെ ഫുഡ് എങ്ങനെ, അങ്ങനെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു കേട്ടോ ആ ടൈം. അങ്ങനെ എന്തായാലും നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തു, നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പം വിചാരിച്ചു എന്തായാലും പോയേക്കാന്ന് വിചാരിച്ചു. പക്ഷെ ആ ഒരു ഡിസിഷൻ ആയിരുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് എന്ന് വേണേൽ പറയാം. ഫ്ലൈറ്റിൽ കയറുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ എൻ്റെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലൈറ്റിൽ കയറും ഓക്കെ ആയിരിക്കും, ഫുഡ് കഴിക്കാൻ പറ്റും, കഴിക്കണം, വേറൊരു ഓപ്ഷൻ ഇല്ല എന്നൊക്കെ ഒരു ഇതുള്ളത് കൊണ്ടാണോ എന്താ എനിക്കറിയില്ല. നല്ലോണം അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. ഞാൻ ഫ്ലൈറ്റിൽ കയറി ഈ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ തൊട്ട് തന്നെ ഞാൻ ഒരു എന്താ പറയുക, ഒരു 30% ഓക്കെ എന്ന് വേണം പറയാം. ബാക്കി ഫുള്ള് ഫ്ലൈറ്റിൽ കയറിയപ്പം ഞാൻ വളരെ നല്ലൊരു രീതിയിൽ നോർമലായി. പക്ഷെ ആൻറ്റി സിക്നസ് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ടാണ് പോയത് എങ്കിലും ഞാൻ ഓക്കെ ആയി, ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ബോഡിയും ഞാൻ കഴിക്കുന്ന ഫുഡുമായിട്ട് ഒട്ടും അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒരു 2 monthsോളം ഫ്രൂട്ട്സും ഈ സാൻഡ്വിച്ചൊക്കെ മാത്രം കഴിച്ച് വന്ന് പെട്ടെന്ന് ഞാൻ ഫസ്റ്റ് കഴിച്ച ബിരിയാണി എന്ന് തോന്നുന്നു, അതെനിക്ക് ഓക്കെ ആയിരുന്നു, കാരണം അത് അങ്ങനെ വലിയ എരിവുണ്ടായിരുന്നില്ല. പക്ഷെ നെക്സ്റ്റ് ഞാൻ ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് കയറിയപ്പം അവിടുന്ന് കിട്ടിയ ഒരു ചിക്കൻ കറി ആൻഡ് റൈസ് അങ്ങനെ എന്തോ ഒരു സാധനം, അത് വായിൽ വെക്കാൻ എനിക്ക് ആ കറി എനിക്ക് പറ്റുന്നില്ല. കാരണം ഭയങ്കര സ്പൈസി ഫീൽ ചെയ്യുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എരിയുവാണ്, നാക്കൊക്കെ ഇങ്ങനെ പൊള്ളുന്നൊരു ഫീല്, വയറ്റിൽ ചെല്ലുമ്പോൾ വയറെരിയുന്നു, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത്. വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ എനിക്ക് വീട്ടിലെ ഫുഡൊന്നും പിടിക്കുന്നില്ല, എനിക്കെല്ലാം കഴിക്കണം എന്നുണ്ട്. പക്ഷെ എന്ത് ചെറിയ ഫുഡ് കഴിക്കുമ്പോഴും എൻ്റെ വായിൽ വെക്കാൻ പറ്റാത്ത പൊള്ളുന്നൊരു ഫീല്, അത്രയും എരിവ് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിക്കും ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെ സ്പൈസി ഫുഡ് കഴിക്കാൻ വേണ്ടി വെറുതെ എല്ലാവരൊന്നും കഴിക്കാത്തതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഞാനെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടം സ്പൈസി ഫുഡ് കഴിക്കാൻ. പക്ഷെ ആ ഒരു സമയത്ത് വളരെ നോർമൽ സ്പൈസി ഒരു എന്താ പറയുക എരിവ് മാത്രമുള്ള ഒരു ഫുഡ് പോലും എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് വയറിലും പിടിക്കുന്നില്ല, അങ്ങനെ ഡയറിയ പോലെ കുറച്ച് ഇഷ്യൂസ് ഒരു 1 വീക്കോളം എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കേട്ടോ. അതൊരു ചലഞ്ചിങ് ടൈമായിരുന്നു. കഴിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയായിരുന്നു ആ ഒരു 1 വീക്ക്. അത് 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ സെറ്റായി. പിന്നെ എനിക്ക് സ്പൈസി ഫുഡാണേലും എന്താണേലും ഞാൻ കഴിക്കാൻ തുടങ്ങി. ഞാൻ വളരെ നോർമലായിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങി. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഒരു നോട്ടീസബിൾ ചേഞ്ച് ആയിരുന്നു, എവിടെ വെച്ചോ നഷ്ടപ്പെട്ടു പോയ എന്നെ. അതായത് മെൻ്റലി ഫിസിക്കലി ഞാൻ ഇങ്ങനെ നോർമലായി ആ ഒരു പഴയ എന്നിലേക്ക് ഞാൻ വന്നു. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് നമുക്കൊരു തോട്ട് വരും, കാരണം നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല, വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വരുമ്പം എല്ലാം നോർമലായി, ഞാൻ പഴയ ഞാനായി. മെൻ്റലി ഞാൻ വളരെ ഓക്കെ ആയി, ഫിസിക്കലി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ അത്ര ടയേർഡ് ആവുന്നൊന്നുമില്ല, എനിക്ക് നല്ല എനർജി കിട്ടി. കാരണം ആ ഒരു സമയം കഴിഞ്ഞല്ലോ, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കൂടുതൽ എനർജി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എനിക്ക് നല്ല എനർജി കിട്ടി. ഫിസിക്കൽ ബോണ്ട്, നമ്മളിപ്പം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്നൊരു നമുക്കൊരു ബോണ്ട് കുറഞ്ഞൊരു ഫീൽ, കാരണം എനിക്കാണെങ്കിൽ സ്മെല്ല് പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ വന്നപ്പോഴേക്കും സെക്കൻഡ് ട്രൈമസ്റ്ററിലായപ്പോഴേക്കും അത് നല്ല ബെറ്റർ എന്നല്ല, അത് മാറി. അപ്പോൾ നല്ലൊരു ബോണ്ടായി, പഴയ പോലെ തന്നെ ആയി. നമ്മൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാ രീതിയിലും ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈമായിരുന്നു സെക്കൻഡ് ട്രൈമസ്റ്റർ. അതുകൊണ്ട് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് എനിക്ക് അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക ചിന്ത ഉണ്ടായിരുന്നില്ല. പിന്നെയും ഒരു 5th 6th മന്തൊക്കെ ആയപ്പോഴേക്കും വയറൊക്കെ കുറച്ച് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് യെസ് ഐ എം പ്രഗ്നൻ്റ് എന്നുള്ളൊരു ആ ഒരു തോട്ടൊക്കെ വന്നു തുടങ്ങിയത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ രസമായിരുന്നു സെക്കൻഡ് ട്രൈമസ്റ്റർ. നമ്മൾ അത് എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല, ഭയങ്കര ക്വിക്കായിരുന്നു. ആ ഒരു 3 months ഭയങ്കര ക്വിക്കായിട്ട് പോയൊരു ടൈമായിരുന്നു കേട്ടോ എൻ്റെ.
അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ബാക്ക് ടു നോർമൽ ആയിരുന്നു എല്ലാം. എവറിത്തിങ് വെൻ വെൽ. പിന്നെ ബേബി ആണെങ്കിലും നമ്മൾ ഇടയ്ക്ക് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബേബി ഓൾസോ എന്താ പറയുക, നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ. വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ദൈവാനുഗ്രഹത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ സെക്കൻഡ് ട്രൈമസ്റ്റർ ക്വിക്കായിട്ട് പോയി. അപ്പം ഇനി തേർഡ് ട്രൈമസ്റ്റർ വിശേഷങ്ങൾ, എന്താ പറയുക, ഇപ്പം ഞാൻ തേർഡ് ട്രൈമസ്റ്ററിലാണ് ഉള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.